കുട്ടപ്പൻ. കാറ്റാടിക്കുന്നു ഗ്രാമത്തിലെ ചെറിയൊരു കുടിലാണ് കമലമ്മായി താമസിച്ചിരുന്നത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കമലമ്മായിക്ക് ബന്ധുക്കാരായി ആരും ഉണ്ടായിരുന്നില്ല. എന്നും അതിരാവിലെ എണ്ണീറ്റ് അപ്പമുണ്ടാക്കി ഗ്രാമത്തിലെ ചന്തയിൽ വിറ്റാണ് അമ്മായി ജീവിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ ചന്തയിൽ വിൽക്കേണ്ട അപ്പം കുട്ടയിലാക്കി അമ്മായി പുറപ്പെട്ടു. ചന്തയിൽ ചെന്ന് അമ്മായി കുട്ടയിൽ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. തന്റെ കുട്ടയിലെ അപ്പങ്ങൾ കുറഞ്ഞിരിക്കുന്നു. വളരെ വിഷമത്തോടെ തന്റെ കയ്യിൽ ബാക്കിയുള്ള അപ്പങ്ങൾ ചന്തയിൽ വിറ്റ ശേഷം നിരാശയോടെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസവും ഇത് തന്നെ സംഭവിച്ചു. ഞാൻ എന്നും രാവിലെ കുട്ടയിൽ അപ്പം നിറച്ചു വെച്ചാണ് ചന്തയിലേക്ക് പോകുന്നത്. വഴിയിൽ ഒരിടത്തും ഈ കുട്ട നിലത്തും വെക്കുന്നില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു? എങ്ങനെയും ഇത് കണ്ടെത്തണം. പിറ്റേന്ന് അപ്പവുമായി ചന്തയിലേക്ക് പുറപ്പെട്ട അമ്മായിയുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ടായിരുന്നു. കാരണം കുട്ടയുടെ മുകളിൽ അടുക്കിയിട്ടുള്ള അപ്പങ്ങളിൽ അമ്മായി എന്തോ സൂത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അന്നും അമ്മായി ചന്തയിൽ ചെന്നപ്പോൾ അപ്പങ്ങളിൽ കുറവുണ്ടായിരുന്നു. അമ്മായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നവൻ പെട്ടത് തന്നെ. കുട്ടയിൽ ബാക്കി വന്ന മായം കലരാത്ത അപ്പങ്ങൾ വിറ്റ ശേഷം അമ്മായി സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു. വഴിമധ്യേ ദാ കിടക്കുന്നു അപ്പക്കള്ളൻ നിലത്ത്. അമ്മായി ചെറുപുഞ്ചിരിയോടെ അവനെ എടുത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ അമ്മായി അവനെ കൂട്ടിലിട്ടു. നേരം സന്ധ്യയായപ്പോൾ കാക്കയ്ക്ക് ബോധം വന്നു. ഇവ കണ്ട അമ്മായി കാക്കയുടെ അടുത്തെത്തി. എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല. ശരി, ഞാൻ നിന്നോട് ക്ഷമിക്കാം. ഇന്നു മുതൽ നീ എന്റെ കൂടെ കൂടാമോ, എന്റെ കാക്കക്കുട്ടപ്പനായി? കുട്ടപ്പ, എന്തേ വിശക്കുന്നുണ്ടോ? ദാ ഇത് കഴിച്ചോളൂ. നല്ല രുചിയുള്ള അപ്പം.
പെട്ടെന്ന് കഴിക്കൂ കുട്ടപ്പ. അപ്പങ്ങൾ ചന്തയിൽ കൊണ്ട് കൊടുക്കേണ്ടേ? അങ്ങനെ കുട്ട നിറച്ച അപ്പങ്ങളുമായി കമലമ്മായിയും കുട്ടപ്പനും ചന്തയിലേക്ക് പോയി. കമലേ, ഇതാരാണ് നിന്റെ കൂടെ ഒരു പുതിയ അതിഥി? ഞാനാണ് അമ്മായിയുടെ കാക്കക്കുട്ടപ്പൻ. കുട്ടയിലെ അപ്പങ്ങൾ മുഴുവനും ചന്തയിൽ വിറ്റ ശേഷം രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ അമ്മായി തന്റെ കുട്ടയിൽ അപ്പങ്ങൾ നിറച്ച് ചന്തയിലേക്ക് നടന്നു. എങ്ങോട്ടാ? ഇന്ന് നീയാണ് എന്റെ ആഹാരം. കമലമ്മായി മനസ്സിൽ പേടിച്ചുവെങ്കിലും പുറമെ കാട്ടിയില്ല. ഈ സമയത്താണ് കാക്കക്കുട്ടപ്പൻ പറന്ന് അവിടെ എത്തിയത്. സിംഹത്തിന്റെ മുൻപിൽ അകപ്പെട്ടു നിൽക്കുന്ന അമ്മായിയെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിന്നു. പെട്ടെന്നാണ് അവനൊരു ബുദ്ധി തോന്നിയത്. അവൻ സിംഹത്തിന്റെ അടുത്തെത്തി. നീ ആരാണ്? ഇവരുടെ ബോഡിഗാർഡോ? മാറി നിൽക്കടാ. അല്ലയോ സിംഹരാജാവേ, കാട്ടിലെ രാജാവായ അങ്ങ് ഈ പടുകിളവിയുടെ മാംസമാണോ ഭക്ഷിക്കുന്നത്? എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. അങ്ങ് എന്റെ കൂടെ വരൂ. അവിടെ ഒരു കിണറ്റിൽ ഒരു മാന്ത്രിക ദണ്ടുണ്ട്. ആ മാന്ത്രിക ദണ്ടിനോട് എന്താവശ്യപ്പെട്ടാലും അത് നമുക്ക് നൽകും. സിംഹം ഒന്ന് ചിന്തിച്ചു. ഈടാ മണ്ടൻ കാക്കേ, എങ്കിൽ നിനക്കതെടുത്തൂടെ? അല്ലയോ രാജാവേ, ഞാൻ മാന്ത്രിക ദണ്ട് എടുക്കാൻ പലതവണ ശ്രമിച്ചതാണ്. പക്ഷേ എനിക്ക് സാധിച്ചില്ല. അങ്ങയെപ്പോലെ കൂർമ്മ ബുദ്ധിയും ശക്തിയുമുള്ള ഒരാൾക്ക് അതെടുക്കുവാൻ സാധിക്കൂ. തന്നെ പൂഴ്ത്തിയുള്ള കാക്കക്കുട്ടപ്പന്റെ സംസാരത്തിൽ സിംഹം മയങ്ങി. എങ്കിൽ എനിക്ക് ആ കിണർ കാടിത്തരൂ. കാക്കക്കുട്ടപ്പൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അമ്മായിക്ക് മനസ്സിലായില്ല. എങ്കിലും ഈ ചെറിയ ഭയത്തോടെ അമ്മായിയും അവരോടൊപ്പം നടന്നു. ഇതാണ് ആ മാന്ത്രിക ദണ്ടുള്ള കിണർ. ഇതിൽ നിറച്ചും വെള്ളമാണല്ലോ. നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുവാണോ? അല്ല മഹാരാജൻ, അങ്ങയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള വെള്ളം ഈ കിണറ്റിലില്ല. എന്നെ വിശ്വസിച്ചാലും രാജൻ. സിംഹരാജൻ ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈയടാ മോനെ, നിന്റെ സൂത്രം നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഈ കിണറ്റിൽ ചാടിയാൽ ഞാൻ എങ്ങനെ തിരികെ കരയിലെത്തും? അങ്ങയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. ഈ കാട്ടിൽ അങ്ങേക്കാട്ടിലും ബുദ്ധിയും ആരോഗ്യവുമുള്ള മറ്റാരോടെങ്കിലും ഞാനിത് പറഞ്ഞുകൊള്ളാം. ഇത് കേട്ട സിംഹച്ചാര് മറ്റൊന്നും ചിന്തിക്കാതെ കിണറ്റിലേക്ക് എടുത്തു ചാടി.
ആ കള്ള കാക്ക എന്നെ പറ്റിച്ചു എന്നാണ് തോന്നുന്നത്. ഇവിടെ മാന്ത്രികവടിയുമില്ല, ഒരു കുന്തവുമില്ല. ഡാ കാക്കേ, നീ അവിടെ പുറത്തുണ്ടോടാ? വെള്ളത്തിൽ വീണ് സിംഹരാജന്റെ ശബ്ദമെല്ലാം മാറിപ്പോയല്ലോ. ഉണ്ട് മഹാരാജൻ, അങ്ങേക്ക് മാന്ത്രികവടി കിട്ടിയില്ലേ? നിന്റെ ഒരു മാന്ത്രികവടി തേങ്ങ കുല. ഒന്ന് സമാധാനപ്പെടൂ രാജൻ. ആ മാന്ത്രികവടി കൈക്കലാക്കണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ അങ്ങ് ധ്യാനിച്ചു നിൽക്കണം. ഇതൊക്കെ ഉള്ളതാണോടെ? വല്ലതും നടക്കുമോ? നടക്കും രാജൻ, തീർച്ചയായിട്ടും നടക്കും. ഇത് കേട്ടതും സിംഹം ധ്യാനിക്കാൻ തുടങ്ങി. ഈ തക്കത്തിൽ കാക്കക്കുട്ടപ്പനും അമ്മായിയും സന്തോഷത്തോടെ പോയി. എടാ കുട്ടപ്പ, ആ കിണറ്റിൽ മാന്ത്രികവടി വല്ലതും ഉണ്ടോ? അതെനിക്കെങ്ങനെ അറിയും? നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ. കൊള്ളാം കുട്ടപ്പ, നീ ഒരു സൂത്രക്കാരൻ തന്നെ. സമയങ്ങൾ കടന്നുപോയി. സിംഹരാജൻ ഇപ്പോഴും ധ്യാനത്തിലാണ്. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. കാക്കക്കുട്ടപ്പൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും സിംഹത്തിന് മുന്നിൽ മാന്ത്രികവടി പ്രത്യക്ഷപ്പെട്ടില്ല. നിരാശനായ സിംഹരാജൻ തന്റെ മരിച്ചുപോയ അപ്പൂപ്പനെ ഓർത്തു. എന്റെ അപ്പൂപ്പ, എനിക്ക് ഈ ഗതി വന്നല്ലോ. മോനെ കുട്ടാ, ഞാൻ വന്നു. ഞാൻ വിളിച്ചപ്പോഴേ അപ്പൂപ്പൻ വന്നല്ലോ. നീ ഒരു പൊട്ടൻ. ആ കാക്കയുടെ സൂത്രത്തിന് നീയല്ലേ വീഴൂ. നിന്റെ പൊട്ടത്തിന് ഇതുവരെ മാറിയില്ല അല്ലേ? ഒന്നും പറയണ്ട എന്റെ അപ്പൂപ്പ, ഒരു അബദ്ധം പറ്റിപ്പോയി. ആ കാക്കക്കൂട്ടപ്പന്റെ വാക്കു വിശ്വസിച്ചാണ് ഞാൻ മാന്ത്രികവടിക്കായി കിണറ്റിൽ ചാടിയത്. കുട്ടാ, ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്. ഞാൻ നിനക്കൊരു മാന്ത്രിക വടി നൽകാം. അതുപയോഗിച്ച് ആ കള്ള കാക്കയെയും അമ്മായിയെയും ഒരു പാഠം പഠിപ്പിക്കണം. എങ്കിലേ എനിക്ക് സമാധാനമാകൂ. എങ്കിൽ പെട്ടെന്ന് തരൂ അപ്പൂപ്പ. ഡേയ്, ഒന്ന് സമാധാനപ്പെട്. ഞാനൊന്ന് എടുക്കട്ടെ. ഈ മാന്ത്രികവടിയോട് സിം സാം സൂം എന്ന മന്ത്രം ചൊല്ലി എന്ത് ആവശ്യപ്പെട്ടാലും അത് നിനക്ക് നൽകും. എങ്കിൽ ഞാൻ പോയി വരാം മോനെ. അയ്യോ, എന്നെ കരയ്ക്ക് കയറ്റാതെ അങ്ങേരി പോയോ? ഡാ പൊട്ട, അതിനല്ലേ ഞാൻ നിനക്ക് മാന്ത്രിക വടി നൽകിയിരിക്കുന്നത്. സിം സാം സൂം, ഞാൻ കരയിലെത്തട്ടെ. ആ, ഇത് കൊള്ളാലോ. എന്റെ മുത്തശ്ശ, നിങ്ങൾ പൊളിയാണ്. ഇനിയും അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് മുത്തശ്ശനെ വിളിച്ചാൽ അങ്ങേര് തിരിഞ്ഞു പോലും നോക്കില്ല. ഞാൻ ആരാണെന്ന് ഈ തവണയെങ്കിലും തെളിയിക്കണം. രണ്ടു ദിവസം കിണറ്റിലായിരുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ആ, മാന്ത്രികയോടിയെ പരീക്ഷിക്കാൻ പറ്റിയ അവസരം. അല്ലയോ മാന്ത്രികയോടിയെ, എനിക്ക് ഭക്ഷിക്കുവാൻ രുചിയുള്ള നല്ല ഭക്ഷണങ്ങൾ നൽകിയാലും. അങ്ങനെ സിംഹച്ചാര് തന്റെ രുചിയുള്ള ഭക്ഷണത്തിനായി കാത്തിരുന്നു. ശോ, ഭക്ഷണം വരാൻ ഇത്ര താമസമോ? അപ്പോഴാണ് സിംഹച്ചാരി മന്ത്രത്തിന്റെ കാര്യം ഓർത്തത്. സിം സാം സൂം, ഭക്ഷണം വരട്ടെ. വയറു നിറഞ്ഞ സിംഹച്ചാർക്ക് ഉറക്കം വരാൻ തുടങ്ങി. സിം സാം സൂം, എനിക്കുറങ്ങാൻ സൗകര്യമൊരുക്കൂ. സിംഹച്ചാര് കട്ടിൽ കണ്ടതോടെ ഉറക്കം തുടങ്ങി. എനിക്ക് പ്രതികാരം ചെയ്യണം. വാടിയുള്ളതുകൊണ്ട് കാക്കക്കുട്ടപ്പ, നിന്റെ കാര്യം പോക്ക. സിം സാം സൂം,
കാക്കക്കുട്ടപ്പന്റെയും അമ്മായിയുടെയും അടുത്തെത്തിട്ടേ. പതിവ് പോലെ അമ്മായിയും കാക്കക്കുട്ടപ്പനും അപ്പം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. നിന്നെയൊക്കെ ഞാൻ ഇപ്പോ ശരിയാക്കി തരാം. സിം സാം സൂം അപ്പം പറന്നു പൊങ്ങട്ടെ. ഇതെന്താ കുട്ടപ്പ ഇങ്ങനെ? ഇത് ചാത്തന്മാരുടെ കളി വല്ലതുമാണോ അമ്മായി? ചാത്തനല്ലടാ, ഇത് ഞാനാ. സിംഹച്ചാർ മനസ്സിൽ പറഞ്ഞു. ഇതൊന്നും അറിയാതെ അമ്മായിയും കുട്ടപ്പനും അപ്പത്തെ നോക്കി നിന്നു. സിം സാം സൂം അപ്പം പഴയപടിയാകട്ടെ. അമ്മായി, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നമുക്കത് കണ്ടുപിടിക്കണം. ഇവരുടെ വാക്ക് കേട്ട് സിംഹച്ചാർ മനസ്സിൽ ചിരിച്ചു. സിം സാം സൂം കാക്കക്കുട്ടപ്പന്റെ നിറം മാറട്ടെ. അയ്യോ കുട്ടപ്പ, നിനക്കിതെന്ത് പറ്റി? നിന്റെ നിറം മാറിപ്പോയല്ലോ. എന്റെ അമ്മായി, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നീ ഒന്ന് കണ്ണാടി പോയി നോക്കിക്കേ. എന്റെ അമ്മായി, ഇതെന്ത് നിറമാ? ഞാനിതെങ്ങനെ പുറത്തിറങ്ങും? കുട്ടപ്പനും അമ്മായിയും നടക്കുന്നത് എന്തെന്നറിയാതെ സങ്കടപ്പെട്ടു. അപ്പോഴാണ് കണ്ണാടിക്കുള്ളിലൂടെ സിംഹച്ചാരുടെ രൂപം കാണുന്നത്. കുട്ടപ്പൻ മനസ്സിൽ പറഞ്ഞു, ഇതാ മണ്ടൻ സിംഹച്ചാരുടെ പണിയാണെന്ന് തോന്നുന്നു. ഒരു സൂത്രം ചെയ്തു നോക്കാം. എന്നെ ഈ രൂപത്തിലാക്കിയത് ആരാണെങ്കിലും അവന് കഴിവുണ്ടെങ്കിൽ എന്നെ പഴയ രൂപത്തിലാക്കട്ടെ. ഇത് കേട്ടതും സിംഹച്ചാർ സിം സാം സൂം കുട്ടപ്പൻ പഴയ രൂപത്തിലാവട്ടെ. ഹോ, ഇതെന്തു മറിമായും കുട്ടപ്പ, നീ വീണ്ടും പഴയ രൂപത്തിലായല്ലോ. ഇത് ഇവന്റെ കളി തന്നെ. ഇവനൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. കുട്ടപ്പൻ അമ്മായിയുടെ അടുക്കലെത്തി കണ്ട കാര്യങ്ങൾ ചെവിയിൽ പറഞ്ഞു. കുട്ടപ്പ, നീ പോയി ആ മാന്ത്രിക വടി ഇങ്ങെടുത്തു കൊണ്ടുവാ. ഇത് ചെയ്യുന്നവനെ നമുക്കൊരു പൂച്ചയാക്കി മാറ്റാം. ഇത് കേട്ടതും സിംഹച്ചാർ ഞെട്ടി. ഇവന്മാരുടെ കയ്യിലും ഉണ്ടോ മാന്ത്രികപടി? അവന്മാരെന്നെ പൂച്ചയാക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാം. ഇവിടെ കൊടുക്കാൻ ഇനിയും പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മണ്ടനായ സിംഹച്ചാരുടെ കയ്യിൽ നിന്നും അമ്മായിയും കുട്ടപ്പനും തൽക്കാലം രക്ഷപ്പെട്ടു.